എല്ലാവർക്കും അഗ്രിഗുരുവിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരാൾ മറ്റൊരാളും തമ്മിലുള്ള ഒരു നോളേജിൻ്റെ ഒരു ഇൻ്റർചേഞ്ച് ആണ്. എന്തിന്? ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്താൻ. എന്നാൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് മറ്റൊരു ഡെഫിനിഷൻ കൂടിയുണ്ട്. അത് ആ എലമെൻറ്റ്സ്, കമ്മ്യൂണിക്കേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ ഡൈനാമിക്സിനെയാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമാണ് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഴ്സ് ഉണ്ടാവും. ആ സോഴ്സിൽ നിന്ന് ഡെവലപ്ഡ് ആവുന്ന ഒരു മെസ്സേജ് ഉണ്ടാവും. ഈ സോഴ്സിൽ നിന്ന് വരുന്ന മെസ്സേജ് ചാനലിലേക്ക് പോകും. ഒരു ചാനൽ വഴി റിസീവറിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സോഴ്സിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജ് ഒരു ചാനൽ ഉപയോഗിച്ച് ഒരു റിസീവറിലേക്ക് എത്തുന്നു. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ 4 എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ് ഉള്ളത്. പക്ഷേ ഇപ്പോഴത്തെ പഠന പ്രകാരം നമുക്ക് ശരിക്കും 7ഓളം എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് സോഴ്സ് ഉണ്ട്. സോഴ്സ് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജ് തയ്യാറാക്കുന്നു. ആ മെസ്സേജ് ചാനലിലേക്ക് എത്തുന്നു, റിസീവറിലേക്ക് ചാനൽ വഴി എത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ മെസ്സേജ് എൻകോഡർ എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ഒരു സ്പെസിഫിക് രീതിയിലേക്ക് മാറ്റുന്നു. അതായത് എപ്പോഴും ഒരു മെസ്സേജ് അട്രാക്റ്റീവും ബ്രീഫും ക്ലിയർ ആയിരിക്കണം എന്നാണ് ABC ഓഫ് കമ്മ്യൂണിക്കേഷൻ പറയുന്നത്. അപ്പോൾ ഒരു എൻകോഡർ ഈ മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നു. അത് റൈറ്റിംഗ് സ്കില്ലാവാം, അതുപോലെ സ്പീക്കിംഗ് സ്കില്ലും ആവാം. അതിൻ്റെ സഹായത്തോടു കൂടി ആ മെസ്സേജിനെ എൻകോഡ് ചെയ്യുന്നു. ആ എൻകോഡഡ് ആയിട്ടുള്ള മെസ്സേജ് ചാനൽ വഴി റിസീവറിലേക്ക് എത്തുമ്പോൾ ഈ എൻകോഡഡ് ആയിട്ടുള്ള മെസ്സേജിനെ റിസീവർ ഡീകോഡ് ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇവിടെ 6 എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആയി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു 7 എലമെൻറ്റ്സ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 7ാമത്തെ എലമെൻറ്റ് എന്തായിരിക്കും? പോൾ ലീഗൻസ് പറഞ്ഞത് പ്രകാരം നമുക്ക് 7ാമത്തെ എലമെൻ്റായിട്ട് വരുന്നത് ഫീഡ്ബാക്കാണ്. അതായത് ഈ റിസീവർ ഈ കിട്ടിയ മെസ്സേജിന് ഒരു ഫീഡ്ബാക്ക് ആർക്ക് കൊടുക്കുന്നു? സോഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും നോക്കിയപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു ബാരിയർ എന്ന് പറയുന്ന സാധനം കിടപ്പുണ്ട്. എന്താണ് ബാരിയർ? കമ്മ്യൂണിക്കേഷനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന, കമ്മ്യൂണിക്കേഷന് തടസ്സം സൃഷ്ടിക്കുന്ന നിരവധി ബാരിയേഴ്സ് ഉണ്ട്. അത് ഫിസിക്കലാവാം, ടെക്നിക്കലാവാം, അങ്ങനെ അത് സെമാൻറ്റിക്, ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്, അങ്ങനെ പല തരത്തിലുമാവാം. ഇത്തരം ബാരിയേഴ്സിൻ്റെയും കൂടെ ഇൻ്റർപ്ലേ ആണ് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇത്രയും എലമെൻറ്റ്സ് ഉൾപ്പെട്ടിട്ടാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ഒരു സോഴ്സ് ഉണ്ടാവും. സോഴ്സിൽ നിന്ന് ഒരു മെസ്സേജ്, സോഴ്സ് എൻകോഡ് ചെയ്ത് ഒരു മെസ്സേജ് ചാനൽ വഴി റിസീവറിലേക്ക് എത്തുന്നു. ആ റിസീവർ ആ മെസ്സേജ് ഡീകോഡ് ചെയ്യുന്നു. എന്നിട്ട് റിസീവറിൻ്റെ ഫീഡ്ബാക്ക് സോഴ്സിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ മൊത്തം 7 എലമെൻറ്റ്സ് ആണ് നിലവിൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. എല്ലാവർക്കും ഈ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.